ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്ന് ഞങ്ങളൊന്ന് പുറത്ത് പോവാണ് കേട്ടോ. ഒരു ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഒന്ന് കറങ്ങാനാണ്. അങ്ങനെ ഈ പിണങ്ങിയിരിക്കുന്ന ആളൊക്കെ ഉണ്ടോ, ഓട്ടോയുടെ സൈഡ് സീറ്റിലിരിക്കാൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞാണ് കേട്ടോ പിണങ്ങിയിരിക്കുന്നതിന്ന്. അപ്പോൾ ചെറിയ കുഞ്ഞല്ലേ, അപ്പോൾ ഞാൻ അധികം അനുവദിക്കാറില്ല ഇതൊന്നും. അപ്പോൾ ആൾ ഓക്കെ ആയി ഇപ്പോൾ. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോവാണ്. ഇത് ഈ റോഡ് കോഴിക്കോടുള്ള എല്ലാവർക്കും അറിയായിരിക്കും. ഇത് മാതൃഭൂമിൻ്റെ ഫ്രണ്ടിലുള്ള റോഡാണ്. ഈ ഒരു ഉച്ച നേരമായാലും എന്തൊരു തിരക്കാന്ന് നോക്കിയ റോഡിൽ. കുറേ വാഹനങ്ങളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആൾക്കാരധികം കാണൂലെങ്കിലും ഈ വെഹിക്കിൾസിനെ കൊണ്ട് നമുക്കിങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അങ്ങനെയായിരുന്നു കേട്ടോ. റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കുറേ വാഹനങ്ങൾ. അപ്പോൾ ഈ ഭാഗത്തുണ്ടല്ലോ ഒരു പാനിപ്പൂരിക്കാരൻ നിൽക്കാറുണ്ട് കേട്ടോ വൈകുന്നേരങ്ങളിൽ. നല്ല ടേസ്റ്റിയാണ്. ഞാനിപ്പോൾ കുറേ ആയി കഴിച്ചിട്ട് കേട്ടോ. അപ്പോൾ റീസെൻ്റൊന്നും എനിക്കറിയില്ല. ഇത് ഈ റോഡിൽ കണ്ടോ പഴയ കടകളാണ്, പഴയ കടകൾ. ഈ ഒരു 1980s റെസ്റ്റോറൻറ്റ് കണ്ടിട്ടുണ്ട് ഞങ്ങൾ. ഇത് നമ്മുടെ ഒരു സിനിമാ നടൻ്റെ റെസ്റ്റോറൻ്റാണ് കേട്ടോ. എനിക്ക് ആളെ പേര് അങ്ങനെ അബൂ സലീമാണെന്ന് തോന്നുന്നു. നമ്മൾ പോയിട്ടുണ്ട്, നല്ല ഫുഡായിരുന്നു കേട്ടോ. ഇതൊരു പഞ്ചാബി റെസ്റ്റോറൻ്റാണ്. അങ്ങനെ ഈ ബീച്ച് റോഡിലേക്ക് കൂടി പോകുമ്പോൾ നമുക്ക് കുറേ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ കിട്ടും. നമ്മൾ മുന്നേ പോയിട്ടുള്ളതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നല്ല ടേസ്റ്റി സ്പോട്ട്സാണ് കേട്ടോ എല്ലാം. ഇത് ആദാമിൻ്റെ ചായക്കട, എല്ലാവർക്കും അറിയായിരിക്കും, അത്ര ഫേമസ് റെസ്റ്റോറൻ്റാണ്. ഇതിപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് കോപ്പർ കിച്ചൺ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. റീസെൻ്റ്ലി തുടങ്ങിയതാണ് കേട്ടോ ഈ റെസ്റ്റോറൻറ്റ്. ഇവിടെ നമ്മൾ താമരശ്ശേരിയിൽ ഉണ്ട് ഇവരുടെ ഒരു റെസ്റ്റോറൻറ്റ്, കോപ്പർ കിച്ചൺ. അപ്പോൾ അതിനെക്കുറിച്ച് നല്ല അഭിപ്രായമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ വന്നു. മെനു നോക്കിയപ്പോൾ നല്ല കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇതിൽ. മീൻസ് ഡിഫറെൻറ്റ് ഇവരുടേതായ ഡിഷസും പിന്നെ നമ്മുടെ കോഴിക്കോടൻ ഡിഷസ്, പിന്നെ അങ്ങനെ ബിരിയാണിയിൽ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ശ്രേയസ് ആണെങ്കിൽ ഇത് നോക്കാനിരിക്കുകയാണ് എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. മെയിൻ അജണ്ട എന്താണെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ടൈം അച്ഛനെയും കൊണ്ട് വരുമ്പോൾ അതൊക്കെ ഒന്ന് ഓർഡർ ചെയ്യണം. ഒക്കെ ഒന്ന് നോക്കി വെക്കാൻ ആൾ ഇങ്ങനെ പിക്ചറൊക്കെ നോക്കിയിട്ടേ. അപ്പോൾ നല്ല ആംബിയൻസ് ആയിട്ടോ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ബീച്ച് ഡയറക്റ്റായിട്ട് കാണാം. നല്ല ഗ്ലാസ് വിൻഡോസാണ്. ഇതിന് എനിക്ക് തോന്നുന്നു ഇതിവിടെ 3 നില കൂടി ഉണ്ട്. അവിടെയും ഉണ്ട്. പിന്നെ നല്ലൊരു വ്യൂ ആണ് അവിടെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ. നമ്മൾ മറ്റേ ബീച്ചിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോഴും ഇത് നല്ലൊരു ഗെറ്റപ്പിലാണുള്ളത് ഈ റെസ്റ്റോറൻറ്റ്. നമ്മളൊരു പ്ലാറ്ററാണ് വാങ്ങിയത് കേട്ടോ, ചിക്കൻ പ്ലാറ്ററാണ്. അപ്പോൾ അത് നല്ല ടേസ്റ്റി ആയിരുന്നു, എല്ലാവരും കഴിച്ചു. പിന്നെ ചിക്കൻ കഴിക്കാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫിഷായിരുന്നു വാങ്ങിയത്. അപ്പോൾ ഫിഷിൻ്റെ ഒരു ഡിഷ് ഉണ്ടായിരുന്നു, അതിൻ്റെ പേര് ഞാൻ ചോദിച്ചില്ല. പക്ഷെ അത് നല്ല ടേസ്റ്റി ആണെന്ന് പറഞ്ഞവർ, കഴിച്ചവർ. എനിക്കിവിടെ സർവീസ് നല്ലോണം ഇഷ്ടമായിട്ടോ. ഇവിടെ എല്ലാ സ്ഥലത്തെയും പോലെ അവർ ഇങ്ങനെ പ്ലേറ്റിൽ സെർവ് ചെയ്തൊക്കെ തരുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഓർഡർ എടുക്കാൻ വരുന്ന ആൾ അവരും അങ്ങനെ തന്നെയാണ്, നമുക്ക് കംഫർട്ടബിൾ ആവുന്ന രീതിയിൽ തന്നെയാണ്. മീൻസ് ചില സ്ഥലത്തുണ്ട് മീൻസ് അവരുടെ ഇഷ്ടങ്ങൾ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന പോലെയുള്ള കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. മീൻസ് നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞാൽ പറയും അല്ല ഇതുണ്ട് അതുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ ആ ഒരു ഇൻട്രസ്റ്റ് വഴി തെറ്റിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, കുറേ വെറൈറ്റീസ് ഉണ്ട്. അവർ നമുക്ക് നല്ലോണം ഹെൽപ്പ് ചെയ്തു ഏതാ വേണ്ടത്. മീൻസ് നമ്മളിൽ ഇപ്പോൾ ചിക്കൻ കഴിക്കാത്ത ആൾക്കാരുണ്ട്, അപ്പോൾ ചിക്കൻ കഴിക്കാത്ത ആൾക്കുള്ള എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഫിഷിൻ്റെ ആയാലും അപ്പോൾ നമ്മുടെ റിക്വയർമെൻറ്റ്സ് പറയുന്നതിനനുസരിച്ച് അവർ നല്ല രീതിയിൽ ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ ബിരിയാണി നമ്മൾ ഈ ബാർബിക്യൂ ബിരിയാണിയാണ് വാങ്ങിയത്. അത് വെരി ടേസ്റ്റി ആയിരുന്നു. പിന്നെ കുട്ടികൾക്ക് നമ്മൾ വാങ്ങിയത് യാക്നി ബിരിയാണിയാണ്. അത് അധികം എരിവില്ലാത്ത സംഭവമാണ്. അതും ഞാൻ കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു, അടിപൊളി സംഭവമാണ്. മീൻസ് എനിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സംഭവമാണത്. എനിക്ക് അധികം എരിവും പുളിയും ഉള്ള റൈസ് അങ്ങനെ പറ്റൂല. പക്ഷെ ചില സമയത്ത് ഓക്കെയാണ് കേട്ടോ. ഇപ്പോൾ ഈ നമ്മുടെ പൊരിച്ച ബിരിയാണിയൊക്കെ കഴിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ടേസ്റ്റ് വരെ തന്നെ. ഈ കുറ്റിച്ചിറ ബിരിയാണി ഉണ്ടല്ലോ, അത് സൂപ്പറാണ് കേട്ടോ. അത് സൊമാറ്റോയിൽ ഞാൻ വാങ്ങി കഴിച്ചതാണ്, അത് സൂപ്പറാണ്. പിന്നെ നമ്മൾ വാങ്ങിയത് ഈ ഫിഷ് പൊള്ളിച്ചതാണ്. ഫിഷ് പൊള്ളിച്ചത് നല്ല അടിപൊളിയായിരുന്നു, പിന്നെ നമ്മൾ വാങ്ങി.
നല്ല ഫിഷാണ് കേട്ടോ. ഞാൻ ബാസ ഫിഷിങ് നമ്മൾ ഫിഷ് അധികം പുറത്തുനിന്ന് കഴിക്കാറില്ല. പക്ഷേ ഇതെനിക്ക് നല്ലൊരു ഓപ്ഷനായി തോന്നി. നല്ല രസമുണ്ട് കഴിക്കാൻ. അപ്പോൾ ഈ ലൊക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് നമ്മുടെ ബീച്ചിന് അടുത്താണ്. മീൻസ് ബീച്ച് തന്നെയാണ്. ഈ കോർപ്പറേഷൻ ഓഫീസിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് വരിക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ പല മിസ്റ്റേക്ക് വരാറുണ്ട്. ചിലപ്പോൾ സൂം ചെയ്യാൻ പറ്റാറില്ല. എന്നാലും ഇനിയും നമ്മൾ വീഡിയോസ് ചെയ്യും. നിങ്ങളുടെ എൻകറേജ്മെൻറ്റ് നമുക്ക് എപ്പോഴും ഉണ്ടാവണം. താങ്ക് യു.